പാകിസ്ഥാന്റെ എണ്ണശേഖരം വികസിപ്പിക്കാൻ സഹായിക്കാമെന്ന പ്രഖ്യാപനവുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിനായി ഒരു വ്യാപാര കരാറിൽ ഒപ്പിട്ടതായി ട്രംപ് അറിയിച്ചു. ഈ നീക്കം ഒടുവിൽ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് എണ്ണ കയറ്റുമതി ചെയ്യുന്നതിലേക്ക് നയിച്ചേക്കാമെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം ട്രംപിന്റെ നീക്കം ഇന്ത്യക്ക് തിരിച്ചടിയായേക്കും എന്നുള്ള ഒരു വാർത്ത കൂടിയുണ്ട്. രശ്മിയാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. രശ്മി, ഗുഡ് മോർണിംഗ്. രശ്മി, ഈ മോദിയുടെ ട്രംപ് സ്തുതിയൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇന്ത്യക്ക് തിരിച്ചടി അയക്കാവുന്ന രീതിയിലുള്ള ചില നീക്കങ്ങൾ, നിലപാടുകളിലേക്ക് ട്രംപിന്റെ നീക്കങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലേ? അതെ വർഷ, ഇന്ന് രാവിലെയോടുകൂടിയാണ് ഡൊണാൾഡ് ട്രംപ് തൻ്റെ സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ നിർണായക നീക്കത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. പാകിസ്ഥാനുമായി അമേരിക്ക കരാറിൽ ഏർപ്പെട്ടെന്നും പാകിസ്ഥാനിലെ എണ്ണപ്പാടങ്ങളുടെ വികസനത്തിന് പാകിസ്ഥാനെ സഹായിക്കാൻ അമേരിക്ക തയ്യാറാണെന്നതുമാണ് കരാറിലെ പ്രധാന വ്യവസ്ഥകൾ. ഇതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനെ സഹായിക്കാൻ അമേരിക്ക തയ്യാറായി മുന്നോട്ട് വരികയാണ്. ഭാവിയിൽ പാകിസ്ഥാനിൽ നിന്ന് എണ്ണ വാങ്ങിക്കാനുള്ള തരത്തിലേക്ക് ഇന്ത്യക്ക് എണ്ണ നൽകാനുള്ള തരത്തിലേക്ക് പാകിസ്ഥാൻ ഒരുപക്ഷെ ഭാവിയിൽ മാറിയേക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് പാകിസ്ഥാനിലെ തീരക്കടലിൽ നിന്ന് എണ്ണ നിക്ഷേപമുണ്ടെന്ന് കണ്ടെത്തുന്നത്. ക്രൂഡ് ഓയിൽ ഖനനത്തിന് ഭീമമായ തുക ചെലവാകുന്നത് കൊണ്ട് തന്നെ ഒരു രാജ്യങ്ങളും ഇതുവരെ ഇത്തരത്തിലുള്ള ധനസഹായവുമായി പാകിസ്ഥാന് വേണ്ടി മുന്നോട്ട് വന്നിരുന്നില്ല. ഇതാദ്യമായാണ് അമേരിക്ക ഇതിനു മുൻപ് തുർക്കിയാണ് അത്തരത്തിലൊരു സഹായവുമായി പാകിസ്ഥാന് മുന്നോട്ട് വരുന്നത്. അതിനുശേഷം അമേരിക്കയാണ് പാകിസ്ഥാന് എണ്ണ ഖനനം ചെയ്യുന്നതിന് സഹായ വാഗ്ദാനവും മുന്നോട്ടെത്തിയിരിക്കുന്നത്. എണ്ണ ഖനനം ചെയ്യുകയാണെങ്കിൽ പാകിസ്ഥാനിൽ ഖനനം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് കാര്യങ്ങളിൽ പാകിസ്ഥാൻ സ്വയം പര്യാപ്തത കൈവരിച്ചാൽ നിലവിൽ പാകിസ്ഥാൻ നേരിടുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് പാകിസ്ഥാൻ കരുതുന്നത്. പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി അമേരിക്കയുടെ പ്രതിനിധിയുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച നടത്തിയിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം ഇപ്രകാരമാണ്: അമേരിക്കയുമായി ഞങ്ങളൊരു സുപ്രധാന കരാറിലെത്തിയിരിക്കുന്നു. ഈ കരാറിന്റെ വിവരങ്ങൾ ഉടൻ തന്നെ പുറത്തുവിടാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിലൂടെ പാകിസ്ഥാന് വലിയ സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ തീരുമാനം നിലവിൽ പാകിസ്ഥാന് സഹായവുമായി അമേരിക്ക വരുന്നൊരു സാഹചര്യം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ ഇന്ത്യക്ക് മേൽ 25% അധിക തീരുവയാണ് ട്രംപ് ചുമത്തിയിരിക്കുന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കെല്ലാം മേലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ഉപരോധം അമേരിക്ക ഏർപ്പെടുത്തിയിരുന്നു. നാറ്റോ രാജ്യങ്ങളടക്കം ഇതിനു മുൻപ് റഷ്യക്കെതിരെ ഇത്തരത്തിലുള്ള ഉപരോധ നീക്കവുമായി മുന്നോട്ട് വന്നതും നമ്മൾ കണ്ടതാണ്. യുക്രൈനെതിരെ റഷ്യ ആക്രമണങ്ങളും യുദ്ധവും അഴിച്ചുവിടുന്ന സാഹചര്യത്തിൽ റഷ്യയെ സാമ്പത്തികമായി പിന്നോക്കം വലിക്കാൻ, അല്ലെങ്കിൽ റഷ്യയെ സാമ്പത്തിക ഞെരുക്കത്തിലാക്കാനുള്ള ഒരു തീരുമാനം എന്ന നിലയ്ക്കാണ് ട്രംപ് ഈ തീരുവ പ്രഖ്യാപനം പുറപ്പെടുവിപ്പിക്കുന്നത്. റഷ്യയിൽ നിന്ന് എണ്ണയും യുദ്ധവിമാനങ്ങളും അടക്കം ഈ അടുത്താണ് ഇന്ത്യ വാങ്ങി തുടങ്ങുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിലേക്ക് 25% അധികം തീരുവ എന്ന പ്രഖ്യാപനവുമായാണ് ട്രംപ് എത്തുന്നത്. അതായത് റഷ്യയെ കൂടുതൽ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് എത്തിക്കാൻ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തുക എന്നത് പ്രഖ്യാപനമായിരുന്നു ആദ്യം ട്രംപ് നടത്തിയിരുന്നത്. എന്നാൽ ഇന്ത്യ ഇതിന് വഴങ്ങിയിരുന്നില്ല. ഇന്ത്യ നിലവിലും ഇത്തരത്തിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഓഗസ്റ്റ് 1, അതായത് നാളെയാണ് ഇത്തരത്തിൽ 25% ഇന്ത്യക്ക് മേൽ അധിക തീരുവ ട്രംപ് ചുമത്തിയിരിക്കുന്നത്. നാളെ മുതലാണ് ചുമത്തി തുടങ്ങുക. വർഷ.